ബിഗ് ബോസ് സീസൺ 6 മലയാളത്തിൽ പങ്കെടുക്കാൻ കോമണേഴ്സിനെ വിളിച്ചു തുടങ്ങി. പല സാധാരണക്കാർക്കും ഓഡിഷൻ കോൾ ലഭിച്ചു കഴിഞ്ഞു. ഇതിനോടൊപ്പം പുതിയ പ്രഡിക്ഷൻ ലിസ്റ്റ് ചർച്ചകളും പുരോഗമിക്കുകയാണ്. പ്രഡിക്ഷൻ ലിസ്റ്റിൽ അടുത്തതായി വരുന്ന പേര് ഗായത്രി സുരേഷ്. നടിയും അഭിനേത്രിയുമാണ് ഗായത്രി സുരേഷ്. ഇതിനോടകം തന്നെ നിരവധി ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ആൾ കൂടിയാണ് ഗായത്രി. എന്തുതന്നെയായാലും തന്റെ നെഗറ്റീവിനെയൊക്കെ പോസിറ്റീവാക്കി ജനങ്ങളുടെ ഇഷ്ടം വീണ്ടും സമ്പാദിക്കാൻ ഗായത്രി സുരേഷിന് ആയിട്ടുമുണ്ട്. ബിഗ് ബോസ് ഷോയെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഗായത്രി. ഇതിനു മുൻപും ബിഗ് ബോസിൽ പലതവണ വിളിച്ചിരുന്നെങ്കിലും അപ്പോഴൊന്നും തനിക്ക് പോകാനുള്ള സമയം ആയിട്ടില്ല എന്നായിരുന്നു ഗായത്രി പറഞ്ഞിരുന്നത്. തനിക്ക് പോകണമെന്ന് തോന്നുമ്പോൾ താൻ BBയിലേക്ക് പോകുമെന്നും ഗായത്രി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ ഗായത്രി ഉണ്ടാകും എന്ന് ചെറുതായൊരു പ്രതീക്ഷയും പ്രേക്ഷകർക്കുണ്ട്. അടുത്ത മത്സരാർത്ഥി മഞ്ജുഷ മാർട്ടിനാണ്. സാന്ത്വനം എന്ന ഹിറ്റ് പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് മഞ്ജുഷ. മാത്രമല്ല റീൽസ് വീഡിയോകളിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിലും താരമാണ് മഞ്ജുഷ. ഇതുകൊണ്ട് തന്നെ BBയിൽ പോയാൽ കണ്ടന്റ് മേക്കിങ്ങും ഡാൻസും പാട്ടും കൊണ്ട് മഞ്ജുഷയ്ക്ക് നന്നായി പെർഫോം ചെയ്യാനും പറ്റും. അടുത്തത് ഡയാന ഹമീദ്. ഇതിനോടകം തന്നെ പ്രേക്ഷകർക്കെല്ലാം സുപരിചിതയാണ് ഡയാന. സ്റ്റാർ മാജിക്കിലൂടെയും സിനിമയിലൂടെയും മ്യൂസിക് ആൽബങ്ങളിലൂടെയും തിളങ്ങിയ നടിയാണ് ഡയാന ഹമീദ്. ഇതുകൂടാതെ അവതാരകയായും ഡയാന പ്രത്യക്ഷപ്പെടാറുണ്ട്. എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാൻ ഡയാനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. ഫിസിക്കൽ ഗെയിമും മെന്റൽ ഗെയിമും ഡയാന പൂപോലെ മറികടക്കും എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. അടുത്തത് ജിഷിൻ മോഹൻ. സീരിയൽ നടനായ ജിഷിൻ മോഹനെ അറിയാത്തവരായി അധികം പ്രേക്ഷകരൊന്നും ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ ഒരു അഭിനേതാവ് കൂടിയാണ് ജിഷിൻ. നടിയായ വരദയുടെ ഭർത്താവ് കൂടിയാണ് ജിഷിൻ മോഹൻ. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുന്ന ഒരു താരം കൂടിയാണ് ജിഷിൻ. ഇതിനു പുറമെ അത്യാവശ്യം കുക്കിങ്ങും ജിഷിന് വശമുണ്ട്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ട എല്ലാ മെറ്റീരിയലുകളും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയാണ് ജിഷിൻ. അടുത്ത മത്സരാർത്ഥി രശ്മി അനിൽ. ഹാസ്യകലാകാരിയായ രശ്മിയെ അറിയാത്തവരായി മലയാളി പ്രേക്ഷകർ ഒന്നും തന്നെ ഉണ്ടാവില്ല. 2 തവണ സംസ്ഥാന അവാർഡുകൾ നേടിയ രശ്മി മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നതിൽ ബഹുമിടുക്കിയാണ്. അധ്യാപിക കൂടിയായിരുന്ന രശ്മിയുടെ ടെലിവിഷൻ കോമഡികളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട്. ഇല്ല എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് രശ്മി അനിലിന്റെ പ്രകടനമായിരിക്കും. നിരവധി സിനിമകളിലും ഇതിനോടകം രശ്മി വേഷമിട്ടിട്ടുണ്ട്. BB6-ലെത്തിയാൽ ബിഗ് ബോസ് പ്രേക്ഷകരെ 100% എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ രശ്മി അനിലിന് സാധിക്കും. അടുത്ത താരം ഹെലൻ ഓഫ് സ്പാർട്ട. ധന്യ എസ് രാജേഷ് എന്നറിയപ്പെടുന്ന ഹെലൻ ഓഫ് സ്പാർട്ടയ്ക്ക് ഇത്തവണ BB6-ൽ മാറ്റുരയ്ക്കാം. വ്ലോഗറായ ഹെലൻ ഓഫ് സ്പാർട്ട ഇതിനോടൊപ്പം തന്റെ നിലപാടുകൾ ശക്തമായി പറയുന്ന ഒരു വ്യക്തിയാണ്. നിരവധി ഫോളോവേഴ്സും ഇൻസ്റ്റാഗ്രാമിൽ ഹെലൻ ഉണ്ട്. ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് വൈറൽ താരമായിരുന്നു ഹെലൻ ഓഫ് സ്പാർട്ട. തന്റെ അഭിപ്രായങ്ങൾ അതിന് ആരുടെ മുന്നിലായാലും വെട്ടി തുറന്നു പറയുന്നതിൽ മുന്നും പിന്നും നോക്കാത്ത ഒരാൾ കൂടിയാണ് ഹെലൻ ഓഫ് സ്പാർട്ട. അടുത്തത് മുഹമ്മദ് അഫ്സൽ. കുഞ്ഞൻ പാണ്ടിക്കാട് എന്നറിയപ്പെടുന്ന വ്ലോഗറായ മുഹമ്മദ് അഫ്സലാണ് അടുത്തതായി പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇടം നേടിയത്. ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മുഹമ്മദ് അഫ്സൽ. വ്ലോഗുകളിലൂടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു താരം കൂടിയാണ് കുഞ്ഞൻ പാണ്ടിക്കാട്. അടുത്തത് ശരണ്യ ആനന്ദ്. സീരിയൽ നടിയായ ശരണ്യ ആനന്ദ് BB6-ലെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഇതിനോടകം തന്നെ ഇടം നേടിക്കഴിഞ്ഞു. കുടുംബവിളക്കിലെ വില്ലത്തിയായി അഭിനയിക്കുന്ന ശരണ്യ ആനന്ദ് BB6-ൽ വന്നാൽ എന്തുകൊണ്ടും നന്നായിരിക്കും എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്.